നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ ഉദയന്നൂരാണെങ്കിലേ 5 മണിയാവുമ്പോഴേക്കും കോഴി കൂവും. അതുകൊണ്ട് അപ്പൊ തന്നെ എഴുന്നേക്കായിരുന്നു. അതൊക്കെ പോട്ടെ, മിക്കവാറും ദിവസം അടുക്കളയിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വരാറുള്ള നീ എന്താ താമസിച്ചേ? നീയും ഉറങ്ങിപ്പോയല്ലേ? എന്ത് പറയാനാ, സമയത്ത് ഉറങ്ങാൻ പറ്റണ്ടേ? എന്റെ മരപ്പത്തിന്റെ തൊട്ടടുത്ത് കുറെ ശിഖരങ്ങളുള്ള ഒരു മരമുണ്ട്. നിറയെ കാക്കക്കൂട്ടങ്ങളാ. ചേക്കേറി കഴിഞ്ഞ കലവില കലവിലാന്ന് പറഞ്ഞ് തുടങ്ങും. വെളുക്കുന്നവരെ ഈ ബഹളങ്ങളാ. പിന്നെ എങ്ങനെ ഉറങ്ങാനാ? അതെയോ, കഷ്ടായി പോയല്ലോ നിന്റെ കാര്യം. ആ, നിന്നോട് ഇവിടെ വന്നിരുന്നോളാം പറഞ്ഞാ നീ കേക്കില്ലല്ലോ. അതൊക്കെ പോട്ടെ, വിശാൽ സാർ നിന്നെ കാണാൻ വരാറുണ്ടോ? അന്ന് പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചുമ്മ തരാറുണ്ടോ? ഒന്ന് പോ മണിക്കുട്ടാ. കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തു പറ്റി പാറു? എന്താ മനസ്സിലാവാത്ത കാര്യം? മണിക്കുട്ടാ, ഞാൻ കണ്ടു മണിക്കുട്ടാ. ഒരു വയസ്സായ മനുഷ്യനെ കാറിടിച്ച് തെറിപ്പിക്കുന്നു. രക്തം ചിതറുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യില് ശൂലത്തിന്റെ മുദ്ര പച്ച കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു മണിക്കുട്ടാ. എനിക്ക് പേടിയാവുന്നു. ഞാനിനി എന്താ ചെയ്യാ? ആരായിരിക്കും മുത്തശ്ശൻ? നീ ഭയപ്പെടാതെ, ടെൻഷൻ അടിക്കാതിരിക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു അയാളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ചിലപ്പോൾ നിന്റെ കടമയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉദയന്നൂരമ്മ അത് നിനക്ക് ദിവ്യ ദൃഷ്ടിയിൽ കാണിച്ചു തന്നത്. ഏതായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. പാർവതി, ദൈവമേ, എന്റെ ഭർത്താവിനെ രക്ഷിച്ചതും എന്റെ നെറ്റിയിലെ സീമന്തം മായാതെ നോക്കിയതും നീയാണ്. അയാളെ നീ അന്ന് തടഞ്ഞതുകൊണ്ട് ഗോപിയേട്ടൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കുട്ടി. അയ്യോ ദൈവമേ, ഇങ്ങനെയുള്ള വലിയ വലിയ വർത്താനമൊന്നും എന്നോട് പറയല്ലേ. എനിക്ക് ഈ അമ്മയോടും ഉദയന്നൂരമ്മയോടും നിറയെ കടപ്പാടുണ്ട്. ആ അമ്മയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാ എന്റെ ഈ ജന്മമെന്ന് എനിക്കറിയാം. ഉദയന്നൂരമ്മ എനിക്ക് തന്ന വരപ്രസാദമാണ് നീ. ഈ കുടുംബത്തെ നീ കാത്തു രക്ഷിക്കും, എനിക്ക് ഉറപ്പായി. അതെന്റെ കടമയാ ദൈവമേ. ഞാനത് സന്തോഷത്തോടെ തന്നെ ചെയ്യും. അതിനുവേണ്ടി എന്റെ ഈ ജീവൻ വെടിയേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറാ. അതെനിക്കറിയാം മോളെ. നീ എത്ര വലിയ ത്യാഗമാണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്കൊരു തുണയായി നീ ആ ശേഖരനെ വിളിച്ചോണ്ട് വരണം. ആരാ ഈ ശേഖർ? അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? അതെ പാർവതി, അദ്ദേഹത്തെ ഇവിടേക്ക് നീ കൂട്ടിക്കൊണ്ടുവരണം. അതെന്റെ ആഗ്രഹം മാത്രമല്ല, നിന്റെ ആവശ്യം കൂടിയാ. എല്ലാം ദൈവമയുടെ ആഗ്രഹം പോലെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ ആരാ ഈ ശേഖർ? അദ്ദേഹം ഇപ്പൊ എവിടെയാ ഉള്ളത്? അതിനുള്ള ഉത്തരം ഞാനല്ല തരേണ്ടത്, ഉദയന്നൂരമ്മയാ. നിങ്ങൾ ഗോപിനാഥിനെ ഒരു രോഗിയായി കാണാതിരിക്കൂ പ്ലീസ്. മിക്കയിടത്തും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വെറുതെ രോഗിയുടെ മുന്നിൽ കിടന്ന് സെന്റിമെന്റ്സ് കാണിക്കും.
അവരെ കൂടുതൽ ദുഃഖത്തിലേക്ക് തള്ളിവിടും. പിന്നെ എങ്ങനെയാ ഒരു പേഷ്യന്റ് റിക്കവർ ആവുക? അതുകൊണ്ട് ഗോപിനാഥിനെ നിങ്ങൾ എല്ലാവരും ഒരു രോഗിയായി കാണാതിരിക്കൂ. പകരം അദ്ദേഹത്തെ നോർമലായി കാണാൻ ശ്രമിക്കൂ. വിശാൽ, പഴയതുപോലെ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൂ. ക്രിക്കറ്റ് മാച്ചോ സിനിമയോ ഒരുമിച്ചിരുന്ന് കാണൂ. നിങ്ങൾ എല്ലാവരും പഴയതുപോലെ തന്നെ ഗോപിനാഥിനോട് പെരുമാറണം. വീട്ടുകാര്യങ്ങൾ സംസാരിക്കൂ. നാട്ടിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയൂ. പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കൂ. നിങ്ങളുടെ എല്ലാം സന്തോഷമാണ് ഇപ്പോ ഗോപിനാഥൻ ആവശ്യം, അല്ലാതെ സഹതാപമല്ല. ചുരുക്കി പറഞ്ഞ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മനസ്സാണ് മുഖ്യം, അല്ലാതെ മെഡിസിൻ അല്ല. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. ഞാൻ കുറിച്ചെന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡോണ്ട് വറി. ഗോപിനാഥിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശാൽ. പിന്നെ മെഡിസിനും ഫുഡും കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഡോക്ടർ. എന്നിട്ട് നമുക്ക് CBC ടെസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ അറിയാം ഗോപിനാഥിന്റെ ഫ്യൂച്ചർ. ഗോപിനാഥ്, ഒന്നും നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടണ്ട. പോസിറ്റീവായിരിക്കൂ. എല്ലാം ശരിയാവും. ഞാൻ പോയി വരട്ടെ. ശരി ശരി ഡോക്ടർ. ശരി ഡോക്ടർ. ചേച്ചി, പാർവതി, നീ അച്ഛനെ ഒന്ന് നോക്കിക്കോ. ഞാനിപ്പോ വരാം. അയ്യോ വിശാൽ സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. വേഗം തന്നെ തിരിച്ചു വരാം. അതെയോ? എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാക്കി തരാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അതെ വിശാൽ സാർ, ഈ പച്ചയായിട്ട് കാണുന്നൊരു സ്ഥലമില്ലേ, കൊട്ടാരവും പൂന്തോട്ടവും ഒക്കെ ആയിട്ട്? കൊട്ടാരവും പൂന്തോട്ടവും? അത് ചിലപ്പോ നമ്മുടെ രാമപുരം പാലസ് ആയിരിക്കും. അവിടെ എന്താ വിശേഷിച്ച്? എങ്ങനെ നീ പോവും? അത് ഞാൻ പൊയ്ക്കോളാം. അല്ല, ഞാൻ അച്ഛനെ ഒന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവൾ എന്തിനാ പുറത്തേക്ക് പോയത്? അവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും കുഴപ്പത്തിൽ നിന്ന് ചാടിയോ പാർവതി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.